ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വവും ഒക്കെ നിലനിർത്തി കാണാനും വികസന പ്രവർത്തനവുമായി ഇന്ത്യ രാജ്യം മറ്റു രാജ്യങ്ങൾക്ക് മുമ്പിൽ നമുക്ക് തലയുയർത്തി നിൽക്കാനുമൊക്കെ ശ്രീ രാജീവ് ഗാന്ധിയുടെ ആ ഒരു ദീർഘവീക്ഷണം കൊണ്ടാണ് നമുക്ക് സാധിച്ചത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ ഐക്യത്തിനും നവഭാരതത്തിന്റെ വളർച്ചയ്ക്കുമായി ദൂരദർശിയായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ സമ്മാനിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35ാം രക്തസാക്ഷിത്വ ദിനാചരണം പെരിന്തൽമണ്ണയിൽ ശ്രദ്ധേയമായി. പെരിന്തൽമണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ നവഭാവിക്ക് സാങ്കേതിക സ്വപ്നങ്ങളും യുവത്വത്തിന് പുതിയ പ്രതീക്ഷകളും സമ്മാനിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ അനുസ്മരിച്ചാണ് പെരിന്തൽമണ്ണയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചത്. രാജ്യത്തിന്റെ പുരോഗതിക്കായി ദൂരദർശിയായ കാഴ്ചപ്പാടുകൾ മുന്നോട്ടുവെച്ച നേതാവിന്റെ 35ാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്തെ ഒരുമിപ്പിച്ചുകൊണ്ട് രാജ്യത്തുള്ള തീവ്രവാദ പ്രവർത്തനവും വിഘടനവാദവും ഒക്കെ അവസാനിപ്പിക്കുന്നതിനു വേണ്ടി മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുകയും, നമുക്കറിയാം തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് വിഘടനവാദികളുടെ ബോംബ് സ്ഫോടനത്തിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട നേതാവിനെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടായി. 91 തെരഞ്ഞെടുപ്പിൻ്റെ കാലത്താണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ അന്ത്യം സംഭവിച്ചത്. അന്നു മുതൽ തന്നെ നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ഒരു അനിശ്ചിതത്വം എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഇന്ത്യ രാജ്യത്തെയും മുന്നോട്ട് നയിക്കുക എന്ന കാര്യത്തിൽ നമ്മളൊക്കെ പല രീതിയിലും ചിന്തിച്ചിരുന്നു. നമുക്കൊക്കെ പല രീതിയിലുള്ള പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ രാജ്യത്തെ നല്ല രീതിയിലേക്ക് നയിക്കാനും ശ്രീ രാജീവ് ഗാന്ധിയുടെ ആ ഒരു ദീർഘവീക്ഷണത്തിലുണ്ടായിട്ടുള്ള തീരുമാനവും നടപ്പാക്കാനുമൊക്കെ അതിനുശേഷം വന്ന നമ്മുടെ ഗവൺമെൻറ്റിനൊക്കെ സാധിച്ചു എന്നതാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നമുക്ക് നിലനിന്ന് കാണുന്ന ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വവും ഒക്കെ നിലനിർത്തി കാണാനും വികസന പ്രവർത്തനവുമായി ഇന്ത്യ രാജ്യം മറ്റു രാജ്യങ്ങൾക്ക് മുമ്പിൽ നമുക്ക് തലയുയർത്തി നിൽക്കാനുമൊക്കെ ശ്രീ രാജീവ് ഗാന്ധിയുടെ ആ ഒരു ദീർഘവീക്ഷണം കൊണ്ടാണ് നമുക്ക് സാധിച്ചത്. അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും ഉൾപ്പെടെ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും വലിയ രീതിയിൽ പങ്കാളികളായി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TK രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി MM സക്കീർ ഹുസൈൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ MB ഫസൽ മുഹമ്മദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിനേശ് കണക്കഞ്ചേരി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെഫീഖ് ചക്കാലി, രാജേഷ് മാഷ്, MB മനോജ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് കൗൺസിലർമാരായ അലീന മറിയം, സബിത എന്നിവരുടെയും INTUC മണ്ഡലം പ്രസിഡന്റ് ഗോപാലൻ വട്ടത്തൊടി, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CP ഷിബ, T ഷിബിൽ, അഹമ്മദ് അലി, ആലിയത്ത് ദിനേശൻ തുടങ്ങിയവരുടെയും നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. രാജ്യത്തിന്റെ ഐക്യത്തിനും ജനാധിപത്യ മൂല്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ച രാജീവ് ഗാന്ധിയുടെ സ്മരണകൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു പരിപാടികൾ നടന്നത്. ചാനൽ 10 പെരിന്തൽമണ്ണ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.